ഐക്യനാടുകളിലെ ഇമിഗ്രേഷൻ നിയമവ്യവസ്ഥയിലും പ്രവാസി കുടിയേറ്റക്കാരുടെ അവകാശ സംരക്ഷണത്തിലും നിർണായക വഴിത്തിരിവാകുന്ന സുപ്രധാന വിധിന്യായവുമായാണ് വാഷിംഗ്ടൺ DC ഫെഡറൽ കോടതി രംഗത്തെത്തിയിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ഓർഡറുകളും ഡിപ്പാർട്ട്മെന്റ് നയങ്ങളും ഉപയോഗിച്ച് US ഗ്രീൻ കാർഡ് വിസ പ്രോസസ്സിംഗുകൾ കൂട്ടത്തോടെ മരവിപ്പിക്കുന്ന നയങ്ങൾ നിയമവിരുദ്ധമാണെന്ന് വിധിച്ച് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് പ്രമുഖ ഇന്ത്യൻ അമേരിക്കൻ ഫെഡറൽ ജഡ്ജ് അമിത് മേത്ത. 75ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ഫാമിലി ബേസ്ഡ്, എംപ്ലോയ്മെന്റ് ബേസ്ഡ് EB-5 ഇൻവെസ്റ്റർ ഗ്രീൻ കാർഡ് അപേക്ഷകരെ ലക്ഷ്യമിട്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കിയ സ്വതന്ത്ര വിസ വിലക്കുകൾ US കോൺഗ്രസ് പാസാക്കിയ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിന് എതിരാണെന്ന് വാഷിംഗ്ടൺ DC ഡിസ്ട്രിക്ട് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അമേരിക്കൻ ഭരണകൂട നയമാറ്റങ്ങളും ഇമിഗ്രേഷൻ വിസ മരവിപ്പിക്കലുകളും ഉറ്റുനോക്കുന്ന മലയാളി പ്രവാസികൾക്കും കുടിയേറ്റ സമൂഹത്തിനും വലിയ നിയമപരമായ ദിശാബോധവും സുരക്ഷിതത്വവുമാണ് ഈ വിധി സമ്മാനിക്കുന്നത്. ഡിമോറ ഗോമസ് വേഴ്സസ് റൂബിയോ കേസിൽ ജഡ്ജ് അമിത് മേത്ത പുറപ്പെടുവിച്ച 40ഓളം പേജുള്ള വിധിന്യായം അമേരിക്കൻ ഇമിഗ്രേഷൻ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഒന്നാണ്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് 2026 ജനുവരി മുതൽ നടപ്പിലാക്കിയ പുതിയ പബ്ലിക് ചാർജ് പോളിസിയുടെ മറവിൽ പൊതുജനക്ഷേമ പദ്ധതികൾ ആശ്രയിക്കാൻ സാധ്യതയുണ്ടെന്ന കാരണം ആരോപിച്ച് 75ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകരുടെ ഇമിഗ്രന്റ് വിസകൾ വൈകിപ്പിക്കുകയും തടഞ്ഞുവെക്കുകയും ചെയ്തിരിക്കുകയായിരുന്നു. എന്നാൽ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് അനുസരിച്ച് ഒരു വിസ അപേക്ഷകന്റെ വ്യക്തിഗതമായ പ്രാപ്തിയും സാമ്പത്തിക ശേഷിയും പരിശോധിച്ച് വിസ അനുവദിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം വിദേശ രാജ്യങ്ങളിലുള്ള കോൺസുലർ ഓഫീസർമാർക്കാണ് നൽകിയിരിക്കുന്നത്. കോൺസുലർ ഓഫീസർമാരുടെ ഈ വിവേചന അധികാരത്തെ മറികടന്നുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ മൊത്തമായി വിസകൾ നിഷേധിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് നിയമപരമായ അധികാരമില്ലെന്ന് ഫെഡറൽ കോടതി വ്യക്തമാക്കി. കാനഡ, അമേരിക്ക തുടങ്ങിയ വികസിത രാജ്യങ്ങളിൽ പ്രവാസി മലയാളികളും അവരുടെ കുടുംബാംഗങ്ങളും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഭരണകൂടങ്ങൾ മാറുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന നയവ്യതിയാനങ്ങളും വിസ സസ്പെൻഷനുകളുമാണ്. H-1B വിസക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിലെ കാലതാമസവും ഗ്രീൻ കാർഡ് ബാക്ക്ലോഗുകളിൽ കുടുങ്ങിക്കിടക്കുന്ന അപേക്ഷകരുടെ ആശങ്കകളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കോടതി വിധി അമേരിക്കൻ ഭരണഘടനാ തത്വങ്ങളുടെ ആധിപത്യം തെളിയിക്കുന്നതാണ്. ഭരണകൂടങ്ങൾ എത്ര വലിയ ഇമിഗ്രേഷൻ വിസ മരവിപ്പിക്കലുകൾ പ്രഖ്യാപിച്ചാലും അവ US പാർലമെന്റ് അഥവാ കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമങ്ങൾക്ക് വിധേയമായിരിക്കണമെന്ന് കോടതി പ്രഖ്യാപിച്ചതോടെ വിസ അപേക്ഷകളിൽ തുടർച്ചയായി അനിയന്ത്രിതമായി തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഭരണകൂട നീക്കങ്ങൾക്ക് വൻ തിരിച്ചടിയേറ്റിരിക്കുകയാണ്. ഈ ചരിത്രപരമായ വിധിന്യായം പുറപ്പെടുവിച്ച ജഡ്ജ് അമിത് മേത്തയെക്കുറിച്ച് പ്രവാസി സമൂഹം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യയിലെ ഗുജറാത്തിൽ ജനിച്ച അമിത് മേത്ത കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കളോടൊപ്പം അമേരിക്കയിലേക്ക് കുടിയേറിയ വ്യക്തിയാണ്. ജോൺസ് ഹോപ്പിംഗ്സ് സർവകലാശാലയിലും യൂണിവേഴ്സിറ്റി ഓഫ് വിർജീനിയ ലോ സ്കൂളിലും ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം അമേരിക്കൻ ലീഗൽ ഫീൽഡിൽ പ്രമുഖ അഭിഭാഷകനായി പേരെടുത്തു. മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയാണ് അദ്ദേഹത്തെ വാഷിംഗ്ടൺ DCയിലെ ഫെഡറൽ ഡിസ്ട്രിക്ട് കോടതി ജഡ്ജിയായി നാമനിർദ്ദേശം ചെയ്തത്. മുൻപ് ഗൂഗിളിനെതിരെയുള്ള ആന്റി ട്രസ്റ്റ് കേസ്, ജനുവരി 6 US ക്യാപിറ്റൽ ആക്രമണ കേസുകളും ട്രംപ് ഫിനാൻഷ്യൽ റെക്കോർഡ് കേസുകൾ തുടങ്ങിയ USന്റെ തന്ത്രപ്രധാനമായ കേസുകളിൽ കൃത്യമായ നീതി നടപ്പിലാക്കി അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ ജഡ്ജിയാണ് അമിത് മേത്ത. അമേരിക്കയിലെ പുതിയ ഇമിഗ്രേഷൻ കേസ് നീക്കങ്ങൾ മലയാളി പ്രവാസികളെ എങ്ങനെ ബാധിക്കുമെന്നത് പരിശോധിക്കാം. ഒന്നാമതായി, ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള കൂട്ട വിസ നിരസിക്കലുകൾക്കോ മരവിപ്പിക്കലുകൾക്കോ എതിരെ കോടതികളെ സമീപിച്ചാൽ നീതി ലഭിക്കുമെന്ന ഉറപ്പ് അപേക്ഷകൾക്ക് ലഭിക്കുന്നു. വിസ തീരുമാനങ്ങളിൽ കോടതിക്ക് ഇടപെടാൻ കഴിയില്ലെന്ന ഗവൺമെന്റിന്റെ പരമ്പരാഗത വാദത്തെ ജഡ്ജ് അമിത് മേത്ത പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. വ്യക്തിഗത തീരുമാനങ്ങളിലല്ല, മറിച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ നിയമവിരുദ്ധമായ പോളിസികൾക്കെതിരെ കോടതികൾക്ക് ഉത്തരവിടാമെന്ന് ഈ കേസ് തെളിയിക്കുന്നു. ഫാമിലി ഗ്രീൻ കാർഡുകൾക്കോ എംപ്ലോയ്മെന്റ് ബേസ്ഡ് ഗ്രീൻ കാർഡുകൾക്കോ അപേക്ഷിക്കുന്നവർക്ക് അവരുടെ ഫയലുകൾ വ്യക്തിഗത യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തപ്പെടും. തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന കൂട്ട വിസ പോളിസികൾക്കെതിരെ അമേരിക്കയിലുടനീളമുള്ള മറ്റ് ഫെഡറൽ കോടതികളും ഇത്തരം ഹർജികൾ വിജയം കാണാൻ ഇത് വഴിയൊരുക്കും. അനാവശ്യമായ ബോണ്ടുകളോ മൊത്തത്തിലുള്ള വിലക്കുകളോ ഏർപ്പെടുത്തി അപേക്ഷകരെ വലയ്ക്കുന്ന രീതി ഉദ്യോഗസ്ഥർ അവസാനിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ US വിസ, ഗ്രീൻ കാർഡ്, സിറ്റിസൺഷിപ്പ് പ്രോസസ്സിംഗുകളിൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് അന്യായമായ തടസ്സങ്ങളോ വാർണിംഗ് നോട്ടീസുകളോ ലഭിക്കുന്ന അപേക്ഷകർ പരിഭ്രാന്തരാകാതെ വിദഗ്ധരായ ഇമിഗ്രേഷൻ അറ്റോർണിമാർ വഴി കോടതികളെ സമീപിച്ച് നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കേണ്ടതുണ്ട്. അമേരിക്കൻ കുടിയേറ്റ നിയമങ്ങളിലെയും ഗ്രീൻ കാർഡ് പോളിസികളിലെയും ഏറ്റവും വലിയ കോടതി വിധികളും മാറ്റങ്ങളും തത്സമയം കൃത്യതയോടെ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.
ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.